മലയാളികളുടെ നമ്പർ 1 ചോയ്സ് കേരള മാട്രിമോണി. അപ്പോൾ നമ്മളൊരു പുതിയ എപ്പിസോഡ് ഇവിടെ സ്റ്റാർട്ട് ചെയ്യാണ്. നമ്മുടെ കുട്ടി പാട്ടുകാരും ഈ എപ്പിസോഡിന് വേണ്ടി എല്ലാവരും ആ പാട്ടൊക്കെ പഠിച്ച് എല്ലാവരും ഇവിടെ പാടി തകർക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യാണ്. അപ്പോൾ അധികം പറഞ്ഞ് വൈകിപ്പിക്കുന്നില്ല, നമുക്ക് നമ്മുടെ സ്വന്തം കുട്ടി പാട്ടുകാരുടെ കൂട്ടുകാരെ ഒന്നുമില്ല, ഞാൻ അടുക്കളയോട്ട് പോകുന്ന വഴിക്കാണ് ആന്റി ഫോൺ നോക്കി വെറുതെ ഇരിക്കുന്നത് കണ്ട്. പിന്നെ ആന്റിനെ വല്ലപ്പോഴും ഇങ്ങനെ കാണാനൊരു അവസരമൊക്കെ കിട്ടുള്ളൂ, അല്ലെങ്കിൽ 24 മണിക്കൂറും അടുക്കളയിലെ പരിപാടിയിലായിരിക്കും. അപ്പോൾ ആന്റി ഇങ്ങനെ വെറുതെ ഇരിക്കുന്നത് കണ്ടപ്പോൾ ആ കാഴ്ച ഒന്ന് ആസ്വദിച്ച് നിന്നു പോയതാ. ഏതാവത് വേണുമോ നിനക്ക്? വേണ്ട, വേണമെന്ന് ചോദിച്ചാൽ ഇച്ചിരി ചൂടുവെള്ളം വേണമെന്ന്. പക്ഷെ കുഴപ്പമില്ല, ഞാൻ എടുത്ത് കുടിച്ചോളാം. അവിടെ ഇരുന്നാ മതി, ഒരു കുഴപ്പമില്ല, ഞാൻ എടുത്ത് കുടിച്ചോളാം. എന്നാ ആന്റി കണ്ടോ, ഞാൻ വെള്ളം പോയി കുടിച്ചിട്ട് ഞാൻ കിടന്നുറങ്ങിക്കോളാം. லட்சு, இன்னைக்கு குழிப்பழத்துல போயிட்டு அங்க என்ன விசேஷம் அதெல்லாம் கேட்கவே இல்லையேனா? കുഴിപ്പള്ളത്തെ വിശേഷം അവിടെ എന്താ, അവിടെ എല്ലാവരും സുഖമായിട്ടിരിക്കുന്ന ആന്റി. പിന്നെ വിശേഷം ഞാൻ ഇച്ചിരി വെള്ളം കുടിച്ചിട്ട് വന്നിട്ട് ഞാൻ പറയാം. പോയിട്ട് വാ. പോരെ? പോയിട്ട് വാ. അവൾ ഉറങ്ങിയാ പാറു? ஆமா ஆமா, நல்ல தூக்கம். கண்ணான கண்ணி கண்ணான கண்ணி மீது சாயவா புன்னான நெஞ்சில் புன்னான നീ രാവിലെ അടുക്കള കയറി വെച്ചേ? ஆமா அம்மா. ദേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, അടുക്കളയായിട്ട് ആത്മബന്ധം വെച്ചോണ്ടിരുന്നാലേ പിന്നെ അതിനകത്ത് നിന്നൊരു മുക്തിയൊന്നും കിട്ടത്തില്ല. என்ன? മോചനം കിട്ടത്തില്ലെന്ന്. ഗതി കിട്ടാത്ത ആത്മാവ് പോലെ അടുക്കള കിടന്ന് ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കും. അയ്യോ, എന്താ കേട്ടാലും ചിരിച്ചോണ്ടിരിക്കുന്ന ആളിനോട് ഞാൻ എന്താ പറഞ്ഞിട്ട് എന്തുവാ കാര്യം? എന്താ ചൂടുവെള്ളം ഉണ്ടോ ആന്റി? இருக்கு அம்மா, கிளாஸ் എന്തു പറ്റി? അറിയില്ല, ഭയങ്കര തൊണ്ടവേദനയും ചുമയൊക്കെ. പനിക്കുള്ള കോളാന്ന് തോന്നുന്നുണ്ട്. നോക്കട്ടെ. അയ്യോ, ചൂടുണ്ടല്ലോ നല്ലേ. ஐயோ, അയ്യോ, നല്ല ചൂടുണ്ട്. லட்சு ഇത് കുടി. നല്ല കുഴിപ്പുളത്തുനിന്ന് വന്നപ്പോഴേ ചെറിയൊരു മഴയുണ്ടായിരുന്നു. നനഞ്ഞപ്പോ ഞാൻ വിചാരിച്ച് പണി പാളൂലാന്ന്, പക്ഷെ പണി പാളി. ஐயோ, அப்ப கல்லூக்கு இருக்கா? അവള് ഇന്നലെ തലയിൽ ഞാൻ തൊപ്പിയൊക്കെ വെച്ചാണ് കൊണ്ടുവന്നത്, അതുകൊണ്ട് അവളെ വലിയ മഴയൊന്നും നനഞ്ഞില്ല. ഒരു കാര്യം ചെയ്, നീ ചെന്ന് കിടക്കാൻ നോക്ക്. കിടക്കാവൊന്നും വയ്യ അമ്മമ്മ, ഭയങ്കര മേലുവേദന. ലച്ചു, സിത്തുക്ക് தெரிஞ்சதா? ഞാൻ രാവിലെ എണീറ്റപ്പോൾ പറഞ്ഞായിരുന്നു വയ്യാന്നുള്ള കാര്യം. അപ്പോൾ അയ്യോ വയ്യടി എന്ന് ചോദിച്ചിട്ട് അങ്ങനെ അങ്ങ് ഇറങ്ങിപ്പോയി. അവനെ ഏതോ ഒരു ഫ്രണ്ടിന് കുറച്ച് പൈസ കടം കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ കൊടുത്ത ആളെ വിളിച്ചിട്ട് എടുക്കുന്നില്ല, മുങ്ങിയെന്നാ തോന്നണേ. അപ്പം അതിൻ്റെ ഫോൺ വിളിയിലും കാര്യത്തിലൊക്കെയാണ്. அது அப்படியே தான் லட்சு. நம்ம யாருக்காச்சும் கடன் கொடுத்துன்னு வச்சுக்கோ, அவங்க அந்த பைசையை வச்சு போவாங்க, பின்ன கூப்பிட்டா கூட எடுக்க மாட்டாங்க. என்னோட அப்பா இருக்காருல்ல, நிறைய பேருக்கு கடன் கொடுத்தாங்க. கொடுத்து தான் இந்த கதி எனக்கு ஆயிருக்கு. നല്ല ചുമയുണ്ട്. ഞാനേ കുറച്ചു നേരം ഒന്ന് പോയി കിടക്കട്ടെ. എന്റെ കൊച്ചെ, നീ ആശുപത്രിയിലെങ്ങാനും പോകാൻ നോക്ക് രാവിലെ തന്നെ, വെച്ചോണ്ടിരിക്കാതെ. ഈ തൊട്ടേനും പിടിച്ചതിനൊക്കെ ആശുപത്രി പോകുന്ന എന്തിനാ? ഒരു ചുക്കാപ്പി പിടിച്ചാൽ സെറ്റാവും. എന്നാ പിന്നെ നീ എന്തോന്ന് വെച്ചാ ചെയ്യും. ആന്റി, കല്ലൂനും പാറുവിനുള്ള മുട്ട പുഴുങ്ങാൻ വെച്ചായിരുന്നു. ആ, പുഴുങ്ങാൻ വെച്ചിരിക്കேன். എന്നാ ഞാൻ പോയി കുറച്ചു നേരം കിടന്നിട്ട്. എന്താ ആന്റി, എനിക്കൊരു ചായ വേണം, തരാമോ? ஐயோ, கொஞ்சம் முன்னாடி தான் நான் டீ எடுத்துட்டு வந்தேன். அப்ப நீங்க போன்ல ரொம்ப பிஸியா பேசிட்டு இருந்தீங்க. அம்மா, அந்த கிளாஸை கொஞ்சம் கொடுமா. ഓ, നല്ല ചുമയുണ്ടല്ലോ. മക്കളെ, മക്കൾക്ക് ചായ വേണ്ടായോ? എടാ, ഞാനിപ്പോ ചൂടുവെള്ളം കുടിച്ച് അമ്മമ്മ കണ്ടതല്ലേ. ഒരു ചായ എടുത്ത് കുടിക്കേ. എനിക്ക് വേണ്ട, നല്ല ചുമയുണ്ട്. താങ്ക് യു. നല്ല ചുമയുണ്ടല്ലേ? പനിയുണ്ടെന്ന് ഇവിടെ രാവിലെ പറഞ്ഞായിരുന്നു. പനിയാണോ ചുമയാണോ എന്തുവാ? ചൂടുണ്ട്, നല്ല ചൂടുണ്ട്. നോക്കട്ടെ. ഇത് ചുമ്മാ ടെമ്പറേച്ചർ വേരിയേഷൻ, അതും വേരിയേഷനൊക്കെ എപ്പോഴും വരാറുള്ളതല്ലേ, അത്രേ ഉള്ളൂ. പിന്നെ ലച്ചൂടാ, ഞാൻ പറഞ്ഞില്ലായിരുന്നു സുരേഷ് ചേട്ടന്റെ കെയർ ഓഫിൽ ഒരാൾക്ക് പൈസ കൊടുത്ത കാര്യം. ഇപ്പൊ വിളിച്ചിട്ട് സുരേഷ് ചേട്ടനും ഫോൺ എടുക്കുന്നില്ല, കാലും അറിയുന്ന തോന്നണേ. ഇതെന്തിനാ നീ എന്റെ അടുത്ത് പറയണേ? എന്റെ അടുത്ത് ചോദിച്ചിട്ടാണോ നീ പൈസ കൊടുത്തത്? അല്ലല്ല. അതിന് നീ ഇത്ര റേസ് ആവേണ്ട കാര്യമൊന്നുമില്ല, ഞാൻ ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ. കേക്കണ്ട. കേക്കണ്ടെങ്കിൽ കേക്കണ്ട, ഞാൻ പിന്നെ എന്തോ പറയാനാ. ഇയ്യാ,
മൈൻഡ് പോലും ചെയ്യാത്ത പോയത് നോക്കി. ഞാനേ കുറച്ചു നേരം കിടന്നിട്ട് വരാം. പോയി കിടക്ക്. ஏதோ தேவை இருந்தா கேளு. ആ എന്തൊരു കഷ്ടമായത്. பாவம் அம்மா, ரொம்ப உடம்பு முடியல. കല്ലുവെടിയാ വേണതാ ഗൽതാടി നെതാ തായില്ല താമ ഇല്ല താ ഇല്ല താ 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 ഇല്ല താമ താ കൈ തുറക്കതാ. അതെ അതെ അതെ. അയ്യോ കൊച്ചൊന്ന് അടങ്ങിയേക്ക് നീ. അമ്മയ്ക്ക് വയ്യ അമ്മേ. ആ അമ്മയ്ക്ക് വയ്യ, അത് മനസ്സിലായില്ലേ? പിന്നെ എന്തിനാ കിടന്ന് എന്താ വേണ്ട? അത് അപ്പുറത്തെങ്ങനെ പോയി കളിക്കിച്ചല്ലേ. പേനയില്ല എനിക്ക്. ബാ എന്റെ പേനയില്ല ഇത്. എന്റെ പേനയാ. എന്ത് കിടന്ന് ബഹളം വെക്കണേ? ഇവളെന്റെ പേന എടുത്ത്. ഇപ്പൊ പേന കിട്ടിയാ? ആ എന്നാ അകത്തോട്ട് പോ. ബാ എവിടെയെങ്കിലും സ്വസ്ഥമായിട്ട് ഇരിക്കാന്ന് വിചാരിച്ച് ഈ പിള്ളേര് സമ്മതിക്കത്തുമില്ല. നാമത്തെ മനുഷ്യന് വയ്യ, അതിന്റെ ഇടയില് ആർക്കും വയ്യ? സിദ്ധുനാ? സിദ്ധൂരല്ല, എനിക്ക് വയ്യാന്ന്. എടേ നല്ല പനിയുണ്ടല്ലോ. അതല്ലേ പറഞ്ഞേ വയ്യാന്ന്. ഇന്നലെ കുഴിപ്പടുത്ത് പോകണമെങ്കിൽ മഴ തന്നെയായിരുന്നു, അതിന്റെയാ. എന്നിട്ട് സിദ്ധു അറിഞ്ഞില്ലേ? സിദ്ധു പറഞ്ഞിട്ട് ഇപ്പൊ എന്ത് ചെയ്യാനാ? എന്ത് ചെയ്യാനാന്നാ? എടേ വയ്യെങ്കിൽ ഹോസ്പിറ്റലിൽ പോയേ അല്ലെങ്കിൽ മെഡിസിൻ വാങ്ങി ചെയ്തൂടെ? ഞാൻ ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞാൽ ട്രിപ്പ് ഇടും, ചിലപ്പോ ഇഞ്ചക്ഷൻ ചെയ്യും, അതൊന്നും വേണ്ട. എന്റെ ലച്ചു, ഞാൻ വല്ലതും വിളിച്ച് പറയേ, കൊച്ചു പിള്ളേരെ പോലെ കിടന്ന് വാശി പിടിക്കണ്. എടേ ഇഞ്ചക്ഷൻ പേടിയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ വല്ല മരുന്ന് നിനക്ക് തരും. ഹോസ്പിറ്റലിൽ പോവാൻ നോക്ക്. ആ ഇനിയിപ്പോ എങ്ങാനും കൂടുവാണെങ്കിൽ പോവാ. എടീ ഹോസ്പിറ്റലിൽ പോവാ. നോക്കാം അമ്മായി, കുറച്ച് കഴിയട്ടെ, കിടന്ന് ഒച്ചെടുക്കാതിരി. എന്റെ പൊന്നു ലച്ചു, ഹോസ്പിറ്റലിൽ പോവാ. നീ പറയണേ. അതല്ല പ്രശ്നം. ഞാൻ ഇപ്പൊ പുള്ളി വിളിച്ചു കഴിഞ്ഞാൽ ഫോൺ പോലും എടുക്കുന്നില്ല. ആ ഫോൺ എടുക്കാതിരിക്കുമ്പോ പിന്നെ ഞാനിപ്പോ എന്താ ചെയ്യാ? സുരേഷ് ചേട്ടൻ ഒന്ന് ഇടപെട്ടിട്ട് ഒന്ന് തീർത്ത്, അല്ലെങ്കിൽ ഞാൻ വീണ്ടും ബുദ്ധിമുട്ടിലായി പോകുന്നേ. ഞാനിപ്പോ തിരിച്ചു വിളിക്കാം. തിരക്കാണോ? തിരക്കൊന്നുമില്ല, ഓരോരോ വള്ളി പിടിച്ചത് കൊണ്ടേ ഇങ്ങനെ സോൾവ് ചെയ്തോണ്ടിരിക്കുക. പണ്ടുള്ളവർ പറഞ്ഞത് എത്രയോ ശരിയാ, ഈ കാശ് കൊടുത്ത് കടിക്കുന്ന പട്ടിയെ വാങ്ങരുതെന്ന് പറയും. കറക്റ്റാ. അതെ, ലച്ചുവിന് വയ്യ. അവളെന്റെ അടുത്ത് പറഞ്ഞായിരുന്നു, ലച്ചുസേ മരുന്ന് വല്ലതും വാങ്ങണമെങ്കിൽ ഞാൻ വാങ്ങിച്ചോണ്ട് തരാം. വേണ്ട. ഹോസ്പിറ്റലിൽ കൊണ്ടുപോവാൻ നോക്ക്. ലച്ചുസേ ഹോസ്പിറ്റലിൽ പോകണമെങ്കിൽ പോവാം. വേണ്ട. സിദ്ധു, ലച്ചുവിന് നല്ല പനിയുണ്ട്. അതാ ഞാൻ പറയുന്നേ, ലച്ചൂസിന് വേണമെങ്കിൽ ആശുപത്രി പോവാം. ഇതിപ്പോ വയ്യ വയ്യ നിങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നത് വല്ല കാര്യമുണ്ടോന്നേ? വയ്യ വയ്യാന്ന് ഞാൻ നിന്റെ അടുത്ത് പറഞ്ഞോണ്ട് വന്നോ? ഇല്ലല്ലോ. ഒറ്റ സെക്കൻഡ്. സുരേഷ് ചേട്ടാ, ചേട്ടാ ഞാൻ പറയുന്നൊന്ന് മനസ്സിലാക്ക്. ആ അതെ, ഞാൻ നിനക്ക് മെഡിസിൻ മേടിച്ചോണ്ട് വരട്ടെ? വേണ്ട മായി, മരുന്നൊന്നും വേണ്ട. എന്നാ നീ ഒരു കാര്യം ചെയ്യ്, റെഡിയാവും, ഹോസ്പിറ്റലിൽ പോവാം. വേണ്ടെന്ന്. എന്റെ പൊന്നു ലച്ചു, ഹോസ്പിറ്റലിൽ പോവാം. അമ്മായിക്ക് എന്തിനാണ് എന്റെ ആദ്യത്തെ ടെൻഷൻ? എന്റെ കെട്ടിയോടാത്ത ടെൻഷൻ എന്തിനാണ് അമ്മായിക്ക്? കഞ്ഞി ലച്ചുനാണോ? ஆமா, காலையில இருந்து ஒண்ணுமே சாப்பிடல கௌரி. கஞ்சியாவது குடிக்கட்டும். லெச்சு, ലച്ചുവേ, ലച്ചു, ഇവിടെ വന്ന് കഞ്ഞി കൂടിയുടെ. നല്ല ഉറക്കമാണെന്ന് തോന്നുന്നു, വിളിക്കണ്ട, ഉറങ്ങട്ടെ. முடியாது. காலையில இருந்து ஒன்னும் சாப்பிடல, ക്ഷീണം வரும். அதனால கஞ்சி குடிச்சுதான் ஆகணும். ലച്ചു, நில்லு, நான் போய் பாக்குறேன். லெச்சு, ലച്ചു, ലച്ചുവേ, ലച്ചു, എന്തിനും പ്ലീസ്. എന്തൊരു കഷ്ടമാണത്. ഡാഡി എന്നെ പിടിക്കൊന്നും വേണ്ട, ഞാൻ നടന്നോളാം. ശരി. പാത്ത്. അയ്യോ, കുഴപ്പമില്ല. ഇപ്പൊ വീണേനല്ലോ മക്കളെ, തല ചുറ്റുന്നുണ്ടോ? അത് കുഴപ്പമില്ല, ഇവിടെ പിടിക്കണ്ട, ഞാൻ നടന്നോളാന്ന്.
ദാ കഞ്ഞി കുടിച്ചേ. ലച്ചു ലച്ചുവേ സിദ്ധു എവിടെ? എനിക്കറിയാൻ പാടില്ല, വണ്ടി എടുത്തോണ്ട് ഇങ്ങോട്ട് പോയി. എങ്ങോട്ടാ പോയെന്നോ? അപ്പൊ മോള് ചോദിച്ചില്ലയോ? ഞാൻ എന്തിനാ ചോദിക്കണേ? അല്ലെങ്കിൽ അവൻ എന്തിനാ എന്റെ കാര്യങ്ങളൊക്കെ അന്വേഷിക്കണേ? അവൻ തിരക്കുള്ള ആളല്ലേ, എവിടെയെങ്കിലും പോട്ടെ. വയ്യാതിരിക്കുവാന്ന് അറിഞ്ഞിട്ടോ ഇത്രയ്ക്ക് തിരക്കെന്തോ അവന്? അമ്മ ജംഗ്ഷനിൽ വല്ലതും പോയതായിരിക്കും ഫാർമസിയിൽ നിന്ന് മെഡിസിൻ വല്ലതും മേടിക്കാൻ. ലച്ചു നീ കഞ്ചി കുടിയുമാ. അത് തന്നെ, കഞ്ഞി കുടിക്കും മോളെ. ലച്ചു കഴിക്ക്, എന്നിട്ട് പോയി കിടന്നുറങ്ങും. അമ്മൂമ്മ കോരി തരാം. എനിക്ക് വേണ്ട, ഞാൻ പിന്നെ കഴിച്ചോളാം. കഴിക്ക് ലച്ചു. വേണ്ടെന്ന് പറഞ്ഞില്ലേ? ലച്ചു ഞാൻ ഊട്ടി വിടുறேன். ശരി പൊന്നെ, നിങ്ങൾക്കത് പറഞ്ഞു മനസ്സിലാവാത്തെ? വേണ്ടെന്ന് പറഞ്ഞ പിന്നെ നിർബന്ധിക്കുന്നത് എന്തിനാ? ഇനിയിപ്പം ചോട്ടൻ ഊട്ടിക്കൊടുത്താലേ ലച്ചു മേഡം കഴിക്കോളൂ ആയിരിക്കും. അമ്മായി ചുമ്മാ ചൊറിയാതെ പോന്ന് നോക്ക്. എടാ ഞാൻ വെറുതെ തമാശ പറഞ്ഞേടേ. മക്കളെ, യു നല്ല ചൂടുണ്ട്. ആ നല്ല ചൂടുണ്ട്. എത്ര തവണ ഞാൻ പറഞ്ഞെന്നറിയാമോ ഹോസ്പിറ്റലിൽ പോവാന്ന്? അവള് കേക്കണ്ടേ? മക്കളെ ഹോസ്പിറ്റലിൽ പോവാൻ മോളെ. എന്റെ അമ്മായിക്ക് എന്നെ ട്രിപ്പ് ഇട്ട് കിടത്തിയാൽ അമ്മയ്ക്ക് സന്തോഷമാവത്തുള്ളൂ. എന്തോ ലച്ചു നീ പറയണത്? നിന്നെ പിന്നെ ചെന്നോണ്ട് ഐസൂലി കയറ്റാൻ പോണാ? കണ്ട ദേശീയപരമായി ഓരോന്നൊക്കെ പറയുന്ന കേട്ടാ. അല്ലെങ്കിൽ വയ്യാതിരിക്കാന്നുള്ളൊരു പരിഗണന പോലും തരുന്നില്ലല്ലോ. ഓ ചോട്ടം പരിഗണിക്കാത്തതിന്റെ ദേഷ്യമായിരിക്കും എന്റെ അടുത്ത് ഈ കാണിക്കണത്. നിങ്ങൾക്കൊരു കാര്യം അറിയണോ? ഇവിടെ അടുത്ത് 100 തവണ സിദ്ധു ചോദിച്ചാണ് മെഡിസിൻ വേണോ ഹോസ്പിറ്റലിൽ പോകണോന്നൊക്കെ. അപ്പം മേഡത്തിന് പോണ്ട, എന്നിട്ട് എന്റെ അടുത്ത് ഈ ദേഷ്യം കാണിക്കണം. ഇനി ഇവിടെ തോളി തല്ലിക്കൊണ്ട് പോകാൻ പറ്റുമോ? ഈ വേണോ 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 വേണോന്ന് മാത്രമാണോ നിങ്ങൾ ചോദിക്കുന്നുള്ളൂ? എന്നാ അറിഞ്ഞെന്തെങ്കിലും മേടിച്ചോണ്ട് വരിക അതില്ലല്ലോ. എല്ലാരും വന്നിട്ട് വേണോ 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 കൊണോ ചോദിച്ചോണ്ടിരിക്കും. ഇതാണ് ഇവളെ ഈ സ്വഭാവം കണ്ട് ആരെങ്കിലും മര്യാദയ്ക്ക് സംസാരിക്കോ? ഒന്ന് സോഫ്റ്റ് ആയിട്ട് പെരുമാറാൻ പറ്റുമോ? എന്നമ്മാ ഇത്? എനിക്ക് അറിഞ്ഞൂടാ. ഒന്ന് ചുമയ്ക്കുന്നു. ഇത് പനിയല്ല, വേറെന്തോ ജ്വരവാ. അതാ ഇതുപോലൊക്കെ. എന്ന ജ്വരം അമ്മ? പണ്ടേ സദാശിവന്റെ മോക്ക് ഇതുപോലൊരു. അമ്മൂമ്മ പോവാൻ നോക്ക്. വിശക്കുമ്പോ ഞാൻ വന്ന് കഴിച്ചോളാം. ചെല്ല്. പോവാ. അമ്മ സദാശിവനോട് മൂക്ക് എന്നാച്ചമ്മ? അത് കുറച്ച് കഴിയുമ്പോ മാറിക്കോളൂ ഉമ്മ. പനിയുണ്ട്, പിന്നെ ചെറുതായിട്ട് ചുമ. എൻ്റെ അമ്മ, ഞാൻ പിന്നെ എങ്ങനെ ആശുപത്രി പോയിക്കോളാം. ആദ്യം കുറയൊന്ന് നോക്കട്ടെ, എന്നിട്ട് പോയാൽ പോരെ? അതിപ്പോൾ എന്താ വെച്ചാൽ ചെയ്യാം. തലവേദന എടുക്കണം അമ്മ. ഒരു കാര്യം ചെയ്യാൻ കുറച്ച് കണ്ട് വിളിച്ചാൽ മതിയോ? അല്ലെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ അമ്മ എന്നെ ഇങ്ങോട്ട് വിളി. ശരി. ആഹാ കിടക്കാണോ? പാറും കല്ലും ഇവിടെ? ലച്ചു പാറും കല്ലും എവിടെയെന്ന്? അവരപ്പുറത്തെങ്ങാനും കാണും. ഓക്കെ. പാറുളിയോ കല്ലൂസ് അളിയോ. പൊന്നു സിദ്ധുക്കളൊന്ന് ഒച്ച എടുക്കൽ. ഒന്നാമത് എനിക്ക് വയ്യ. എന്താ എന്താ എന്താണോ അച്ഛൻ ഞാൻ പറഞ്ഞ മിഠായി മേടിച്ചോ? ഒയ്യോ മറന്നുപോയി. മേടിച്ചില്ലെന്ന് പറയാൻ വേണ്ടിയാണോ വിളിച്ചേ? അല്ല, ഞാൻ നിങ്ങൾക്ക് 2 പേർക്കും മിഠായി മേടിച്ചിട്ടുണ്ട്. താങ്ക് യു പറ. താങ്ക് യു. ഓക്കെ, ഇനി മക്കൾ പോയി കളിച്ചോ. ചേച്ചിക്കാണോ മിഠായി? വേണ്ട അമ്മയ്ക്കാണോ മിഠായി? വേണ്ട, മക്കളെ കഴിച്ചോ. നിങ്ങൾ പോയി കളിച്ചോ കേട്ടോ. ലച്ചൂസേ, അമ്മയ്ക്ക് വയ്യെന്നോ? ഞാൻ നോക്കോളാം കേട്ടോ. അമ്മ വിളിച്ചോണ്ടായിരുന്നു.
ആഹാ, അമ്മ വിളിച്ചായിരുന്നോ? എന്തൊക്കെ പറഞ്ഞു? ഞാൻ വിളിച്ചില്ല, കുറച്ച് കഴിഞ്ഞിട്ട് വിളിക്കണം. എന്താ പറഞ്ഞ അമ്മ? അമ്മയൊന്നും പറഞ്ഞില്ല, ഞാൻ എനിക്ക് വയ്യാത്ത കാര്യം പറഞ്ഞു. അപ്പൊ എന്തു പറഞ്ഞു അമ്മ? ആശുപത്രി പോകാൻ ചീത്ത പറഞ്ഞു. പിന്നെ ചീത്ത പറയായിരിക്കുമോ? പനി വന്നു കഴിഞ്ഞാൽ ആശുപത്രി പോണ്ടേ? നീ ജംഗ്ഷനിലേക്ക് പോയതല്ലേ? അവിടെ ഫാർമസി ഒന്നും തുറന്നിട്ടുണ്ടായില്ല? കുറെ എണ്ണം തുറന്നിട്ടുണ്ടല്ലോ. എന്തുപറ്റി? എന്നിട്ട് നീ എനിക്കൊരു ഗുളികയെങ്കിലും മേടിച്ച? അതിന് ഗുളികൊക്കെ വാങ്ങണമെന്ന് ലച്ചുവിന്റെ അടുത്ത് പറഞ്ഞില്ലല്ലോ. വാങ്ങിക്കണമായിരുന്നോ? ഞാനിപ്പോ പോയി വേണേ വാങ്ങിക്കാം. വേണ്ട സിദ്ധു, നീ വന്നതിന് ശേഷമേ എനിക്ക് ആദ്യമായിട്ടാണ് വയ്യാണ്ടാവണത്. ശരിക്കും ആദ്യമായിട്ടാണോ വയ്യണ്ടാവുന്നേ? അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതിന്റെ പേരിൽ ഒരു പാർട്ടി വെച്ചാലോ? എല്ലാം കൂടെ ബ്ലാസ്റ്റ് ചെയ്യാം. എടാ, നീ പോയപ്പോഴും എനിക്ക് വയ്യാണ്ടൊക്കെ ആയിട്ടുണ്ട്. പക്ഷെ അതൊന്നും ഞാനിവിടെ ആരോടും പറഞ്ഞിട്ടില്ല. എന്തുകൊണ്ടാന്നറിയോ? ആരെയും ബുദ്ധിമുട്ടിക്കണ്ടെന്ന് വെച്ചിട്ട്. ലച്ചൂസ് അത് പറഞ്ഞത് കറക്റ്റ്. നമ്മുടെ ലൈഫിലെ നമ്മളെ കാരണം ഒരാൾ പോലും ബുദ്ധിമുട്ട് അനുഭവിക്കാൻ പാടില്ല. ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. ദുബായിൽ വെച്ചിട്ട് എത്രയോ തവണ ഞാൻ പനി വന്ന് കിടപ്പിലായിട്ടുണ്ടെന്ന് അറിയാവോ? ഒറ്റയ്ക്ക് ചൂടുവെള്ളം ഉണ്ടാക്കും, ഒറ്റയ്ക്ക് കഞ്ഞി കുടിക്കും, ഒറ്റയ്ക്ക് ഞാൻ പോയി ഡോക്ടറെ കാണും. എന്തോരം അനുഭവിച്ചേക്കുന്നു. ഇത് വല്ല ഞാൻ ലച്ചൂസിനെ വിളിച്ച് പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. എന്തുകൊണ്ടാ? ആരും നീ വിഷമിക്കുമെന്ന് എനിക്കറിയാം. പിന്നെ ഒരിക്കൽ നീ എന്നെ വിളിച്ചപ്പോ ഞാനൊരു ഷോപ്പിംഗ് ഫെസ്റ്റിന് പോയ കഥ പറഞ്ഞ ഓർമ്മയുണ്ടോ? സത്യം പറഞ്ഞാലേ ഞാൻ ഷോപ്പിംഗ് ഫെസ്റ്റിന് പോയിരുന്നില്ല, പനി പിടിച്ച് കിടക്കുമായിരുന്നു. നീ വിഷമിക്കുമെന്ന് ഓർത്ത് ഞാൻ മനഃപൂർവ്വം പറയാനാ. നമ്മുടെ ലൈഫൊക്കെ ഇങ്ങനെയാണോ? നമ്മളൊക്കെ തന്നെ എല്ലാം സഹിച്ചും പിടിച്ചൊക്കെ ജീവിക്കേണ്ടി വരും. അതിപ്പോ അല്ലെങ്കിലും ആ അവസ്ഥ തന്നെയാണ് എനിക്കിപ്പോൾ ഉള്ളതും. കൂടെ ആരൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് യാതൊരു കാര്യവുമില്ല. അത് പോയിന്റ്. കൂടെ ആരുണ്ടെന്നും പറഞ്ഞിട്ട് നോ യൂസ്. ലച്ചൂസേ, ഈ ചുമ ഒറിജിനലാണോ? എനിക്ക് പനി ഉണ്ടല്ലോ, അപ്പൊ ഒരു എഫക്റ്റിന് വേണ്ടിട്ട് ഞാൻ ചുമച്ചതാ. ഓ അങ്ങനെ. ഞാൻ ഇപ്പോഴും പറയുന്നു, വേണമെങ്കിൽ ഹോസ്പിറ്റലിൽ പോവാം. ചേട്ടാ, ഇതെന്തൊരു കഷ്ടമാണ്. ഞാൻ പറഞ്ഞില്ലെങ്കിൽ ഹോസ്പിറ്റലിൽ പോകണ്ടാന്ന്. എടാ, ഹോസ്പിറ്റലിൽ പോയി ഇഞ്ചക്ഷനോ ട്രിപ്പോ വല്ല എടുക്കാന്ന്. ഈ ആശുപത്രി എന്ന് പറയുമ്പോൾ ഇഞ്ചക്ഷൻ മാത്രമേ ഉള്ളോ? ഇതിന്റെ കാര്യം നോക്ക്. ട്രിപ്പ് ഇടാം. ഒന്ന് പോയി തരുമോ? കുറച്ചേരം കിടന്നോട്ടെ മനുഷ്യൻ. നമ്മുടെ കിർക്ക് കൃഷ്ണകുമാർ നിന്നെ ബ്യൂട്ടി പാർലറിൽ അവിടെ വെച്ചിട്ട് ഞാൻ മറന്നുപോയില്ലായിരുന്നു. അന്ന് കണ്ടുമുട്ടിയ ഫ്രണ്ടാ. ഹലോ അളിയാ, എവിടെ? എന്താണ് പരിപാടി? എടാ, ഞാൻ ഇവിടെ വീട്ടിലുണ്ടാ. അമ്മ, അച്ഛൻ മരുന്ന് അടിച്ചിട്ടുണ്ടോ? അച്ഛനോട് പറയട്ടെ ഞാൻ മരുന്ന് അടിച്ചോണ്ട് വരാൻ. വേണ്ട, എന്നാ ഞാൻ പോയി മേടിക്കട്ടെ. പോയി മേടിച്ചോണ്ട് വാ. അപ്പൊ കാശ്? കാശ് നീ അച്ഛനോട് ചോദിക്ക്. അമ്മ, അച്ഛനെ കാണുന്നില്ല. എന്നാ പിന്നെ വിട്ടേരെ, കുഴപ്പമില്ല. லெச்சோ, லெச்சோ, நீ இங்க இருக்கியா? லெச்சோ, லெச்சுமா, லெச்சோ. എൻ്റെ ഒന്ന് ശല്യപ്പെടുത്താണ്ട് പോവേണ്ടി. என்ன லெச்சு இது? நான் 2-3 வாட்டி வந்து பார்த்தேன். அப்பெல்லாம் நீ தூங்கிட்டு இருந்த. இத பாரு, உனக்கு ரொம்ப ஜுரமா இருக்கு. എന്താ அம்மா, ரொம்ப ஜுரம் அம்மா, பாருங்களேன். ആശുപത്രി പോകാൻ പറഞ്ഞാൽ പോകത്തില്ല. ഇങ്ങനെ കിടക്കട്ടെ. എത്ര പറഞ്ഞാലും കേൾക്കത്തില്ലെന്ന് വെച്ചാൽ പിന്നെ എന്തോ ചെയ്യും? ഞാൻ ആശുപത്രി പോവാ. സിദ്ധുവേ, സിദ്ധു ഫോൺ എടുത്തോണ്ട് വെളിയിലോട്ട് പോന്ന കണ്ടു. പുറത്തേക്ക് പോയാ? லெச்சு, சித்து கொஞ்சம் கூப்பிட்டு பாருமா. വേണ്ട ആൻറ്റി, അവൻ ബിസി അല്ലേ, അവൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യട്ടെ. വയ്യാതിരിക്കുമല്ലോ, നീ ഒന്ന് വിളിക്കേ. ഞാൻ വയ്യാതിരിക്കുക എന്നുള്ളത് അവൻ രാവിലെ തൊട്ട് കണ്ടുകൊണ്ടിരിക്കുവല്ലേ. എന്നിട്ടും ഫോണിൽ വിളിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും തെണ്ടി തിരിഞ്ഞ് നടക്കുമല്ലേ. சரி, சித்து வேண்டானா வேண்டாம். கௌரியை கூட்டிட்டு ஹாஸ்பிட்டல்ல போலாம்ல? സിദ്ധു ഇവിടെ ഉള്ളപ്പോ അമ്മായിനെ എന്തിനാ ബുദ്ധിമുട്ടിക്കുന്നത്? എന്നൊക്കെ പറഞ്ഞാൽ എങ്ങനെയാ ലച്ചു?
ഞാൻ ഇനിയിപ്പോ ആശുപത്രി പോയില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, ഞാൻ ഇവിടെ കിടന്ന് ചത്തോളാം. എന്റെ ലച്ചു, നീ ചുമ്മാ വാശി പിടിച്ചോണ്ടിരിക്കല്ലേ. വാശി പിടിച്ചാലേ ചില ആൾക്കാരുടെ കണ്ണൊക്കെ തെളിയത്തുള്ളൂ. സിദ്ധു നിന്നെ ശ്രദ്ധിച്ചില്ലെന്നും പറഞ്ഞോണ്ടേ നീ ഇങ്ങനെ പരാതിയും പറഞ്ഞോണ്ടിരുന്നു. എന്റെ അമ്മൂമ്മ, അവൻ ഈ സമയത്ത് എന്നെ ശ്രദ്ധിച്ചില്ലെങ്കിൽ പിന്നെ ഏത് കാലത്ത് ശ്രദ്ധിക്കാനാ? രാവിലെ തൊട്ട് ഞാൻ പുറകെ നടക്കുമല്ലേ വയ്യാന്നും പറഞ്ഞിട്ട്. ഒരു ഗുളികെങ്കിലും മേടിച്ചു തരായിരുന്നല്ലോ. എനിക്ക് കുഴപ്പമൊന്നുമില്ല, അല്ലെങ്കിൽ എന്റെ ശീലം ഇതൊക്കെ തന്നെയാണല്ലോ. ഇത്രയും നേരം ആരും ഉണ്ടായില്ലല്ലോ നോക്കാൻ വേണ്ടിയിട്ട്. ഇനി അങ്ങനെയൊക്കെ തന്നെ മതി. ഇപ്പൊ ഇവിടെ കിടന്ന് ചത്താലും എനിക്ക് വലിയ പ്രശ്നമൊന്നുമില്ല. ലച്ചുവേ, നീ ഇങ്ങനെ കരയാതെ ഞാൻ കൊണ്ടുപോവാ ഹോസ്പിറ്റലിൽ. വാ. വേണ്ട, കരയാതെ ലച്ചു. അടങ്ങിയിരി അമ്മായി. ലച്ചു പറയുന്ന കേക്ക്, നമുക്ക് ഹോസ്പിറ്റലിൽ പോവാം. അളിയ ഷൂറുണ്ടാ? ഷൂറുണ്ടോ? പാപ്പാ അമ്മമ്മ, ഇതെന്റെ ഫ്രണ്ട് ആട്ടോ. ഇതെന്നാ മോൻ പറഞ്ഞ കൃഷ്ണകുമാർ? അല്ല, അത് വേറെ ഫ്രണ്ട്. ഇത് ജോബിൻ, ഇത് കനകാൻറ്റി, അത് എന്റെ അമ്മായി. പിന്നെ ആ അറ്റത്തിരിക്കുന്നില്ലേ, അവിടെ ഇരിപ്പുണ്ടല്ലേ, അതാണ് എന്റെ വൈഫ് ലച്ചു, ഞാൻ പറഞ്ഞ ആള്. ആണല്ലേ? ഇപ്പൊ എങ്ങനെയുണ്ട്? എന്ത് പനി എങ്ങനെയുണ്ട്? ആ, അത് കുഴപ്പമില്ല. ആ, ഇനി എല്ലാരും ഒന്ന് വെച്ചിട്ട് മാറിയതേ അറിയാ. ഞാൻ ഡോക്ടറാണ്. അയ്യോ, പറയാൻ വിട്ടുപോയി, ജോബിൻ ഡോക്ടറാ കേട്ടോ. നിങ്ങൾക്ക് ആർക്കും മനസ്സിലായില്ലല്ലേ പുള്ളി ഡോക്ടറാന്ന്? അളിയാ, ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ നിന്നെ കണ്ട ഒരു ഡോക്ടർ ലുക്കില്ലെന്ന്. ഒന്ന് പോടാ, ലുക്കിലെ കാര്യം മറക്കിലെ കാര്യം. ആ കൈ കാണിച്ച് ഒന്ന് തിരിഞ്ഞു. ഒന്ന് ചുമക്കാവോ? ഒന്ന് തിരിഞ്ഞിരുന്ന. അറിയാ, നല്ല പനിയുണ്ട്. എന്താ ചെയ്യാ? ഞാനൊരു ഇഞ്ചക്ഷൻ കൊടുക്കാം. ഇഞ്ചക്ഷനാ? ചെറിയൊരു ഇഞ്ചക്ഷൻ. അപ്പൊ വീട്ടിൽ വന്നാലും ഇഞ്ചക്ഷൻ ഉണ്ടോ? ഇഞ്ചക്ഷൻ ഉണ്ട്. ലച്ചൂസേ, ഇഞ്ചക്ഷൻ എടുത്തേ പറ്റത്തുള്ളൂ. ആ, അമ്മായി ഒന്ന് പറയാമ്മ, ഇഞ്ചക്ഷൻ വേണ്ടെന്ന്. ഞാൻ എങ്ങനെയാ ഡോക്ടറിനോട് ഇഞ്ചക്ഷൻ വേണ്ടെന്ന് പറയണ? എടാ, നിനക്ക് നല്ല പനിയുണ്ട്, ഒരു ഇഞ്ചക്ഷൻ എടുക്കണം. അതെന്തെങ്കിലും മരുന്ന് കഴിച്ചാൽ മാറിക്കോളൂ. അമ്മൂമ്മ ഒന്ന് പറ. ഇഞ്ചക്ഷൻ എന്തായാലും എടുക്കണം. ആന്റിയും ജ്വരം മാറ വേണ്ടാമാ ലച്ചൂസാ. സിദ്ധു അളിയാ, നീ ടൂളോട്ടറാ. ഡോക്ടറുടെ ഒടുക്കത്തെ കുത്ത്. ലച്ചൂസ്, ഇഞ്ചക്ഷൻ എടുത്തിട്ട് എങ്ങനെയുണ്ട്? വേദന ഉണ്ടോ? വേദനയുണ്ട്, പക്ഷെ ആ വേദനയ്ക്ക് ഇപ്പൊ ഒരു സുഖമുണ്ട്. വേദനയ്ക്കൊരു സുഖവും? അതെന്താ? ഞാൻ വിചാരിച്ചതേ നിനക്ക് എൻ്റെ കാര്യത്തിൽ യാതൊരു ശ്രദ്ധയില്ലെന്ന്. ലച്ചൂസേ, നിന്റെയും കൊച്ചിന്റെയും കാര്യം നോക്കാൻ വേണ്ടിട്ടല്ലേ ഞാൻ ദുബായിൽ നിന്ന് ഇങ്ങോട്ട് വന്നേ. ലച്ചൂസേ, എന്താ സിദ്ധു? വൈകുന്നേരമേ ഒന്ന് ഹോസ്പിറ്റലിൽ പോകേണ്ടി വരുമെന്നാണ് ഡോക്ടർ പറഞ്ഞത്. ഒരു ഇഞ്ചക്ഷൻ കൂടെ ബാക്കിയിട്ടു. എന്റെ പട്ടി പോവും ആശുപത്രിയില്. മലയാളികളുടെ നമ്പർ 1 ചോയ്സ് കേരള മാട്രിമോണി.